കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കണ്ടു. കേരളം തോറ്റു. മോഹൻ ബഗാനോട് 2-0ക്കാണ് കേരളം തോറ്റത്. അവസാനത്തെ രണ്ടാമത്തെ ഗോള് വെറുതെ വീണതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ. പിന്നെ സച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് കീപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച്. പിന്നെ ഡാനിഷ് ഫറൂഖ് വളരെ മോശം പ്ലേ ആണ് ചെയ്തതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എനിക്കെന്തോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഫിറ്റില്ലാത്ത പോലെ ഡാനിഷ് ഫറൂഖിനെ ഫീൽ ചെയ്തു. പിന്നെ വിപിനാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് അവസാനം വന്നു. കെവിൻ യോക്കിനെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ആദ്യം തന്നെ ഇറക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളി വന്നപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു ജീവൻ വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ആദ്യ മത്സരമാണ്, തോറ്റ് തുടങ്ങാനൊന്നും സമയമല്ല. ബട്ട് കുഴപ്പമില്ല, ഇനി നമ്മൾ തോറ്റാണ് തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഷോർട്ട് ലീഗാണ്, എല്ലാ കളിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിവെഞ്ചിനായിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. ലീഗിൽ ആരാണോ പോയിൻ്റ് കൂടുതൽ അവരായിരിക്കും കപ്പടിക്കുക. ആ ഒരു ഫോർമാറ്റിലാണ്, ഒരു ലീഗ് ടൈപ്പ് ഫോർമാറ്റിലാണ് ഈ വട്ടം മാച്ച് നടക്കുന്നത്. സോ കപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തോറ്റ് തുടങ്ങാം എന്ന് വിചാരിക്കേണ്ട, ജയിച്ചെന്നെ തുടങ്ങണം. പക്ഷേ അടുത്ത മത്സരം 22-ാം തീയതി മുംബൈക്കെതിരെയാണ്. അത് നമ്മുടെ ഹോമിൽ വെച്ചിട്ടാണ്, ഇവിടെ കലൂർ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. അന്ന് എന്തായാലും വിജയിക്കൽ നിർബന്ധമാണ്. പിന്നെ ഒരുപാട് തവണ ഇങ്ങനെ കോച്ചിനെ മാറ്റുന്നതിലോ പ്ലേയേഴ്സിനെ മാറ്റുന്നതിലോ ഒന്നും കാര്യമില്ല. നിലനിർത്തുക, അവർ തമ്മിലൊരു കോർഡിനേഷൻ ബിൽഡാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ വിജയം ടീമിന് ഗുണകരമാവുള്ളൂ. എന്തായാലും ഫാൻസ് തൃപ്തരല്ല എന്ന് ശക്തമായിട്ട് അറിയിക്കുന്നു. കാരണം പക്ഷേ ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് നമ്പർ 1 ക്ലബ്ബാണ് മോഹൻ ബഗാൻ. അവരോട് ഈ തോൽവി ഞങ്ങൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതാണ്. ആസ് എ ഫാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതാണ്. ബട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നല്ലൊരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 80 മിനിറ്റ് വരെയുള്ളൊരു സാഹചര്യം അതായിരുന്നു. ഒരു 80 മിനിറ്റിന് ശേഷമാണ് കളിയുടെ കുറച്ചെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് കളി വന്നത്. പക്ഷേ അതുവരെ ഉണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ മോഹൻ ബഗാൻ്റെ കയ്യിലായിരുന്നു കളി. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് മോഹൻ ബഗാൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കളി. അവരുടെ ഒരു പ്ലേയിങ് ശൈലി തന്നെ അങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്ലേയേഴ്സ് തമ്മിലുള്ള കോർഡിനേഷനാണ്. ആ പ്ലേയേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ വേണമെങ്കിൽ പ്ലേയേഴ്സിനെ നിലനിർത്തണം. നല്ല പ്ലേയേഴ്സിനായാലും നമ്മൾ ലൂണ, നോഹ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ബ്ലാസ്റ്റേഴ്സ് ലോണിന് കൊടുക്കുകയോ വിൽക്കുന്നു. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് ചന്ത കച്ചവടം പോലെ വിൽക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. മോഹൻ ബഗാനിൽ സൈഡ് ബെഞ്ചിലിരിക്കുന്നവർ തന്നെ ഒരു ബി ടീമിലുള്ള ആളുണ്ട്. അതൊരു സ്ക്വാഡാണ്. അങ്ങനത്തെ ഒരു ടീമിനോട് പോയിട്ട് ഈ തോൽവി നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്താണ് ആസ് എ ഫാൻ. കണ്ടറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി എന്താണ്.